ആലപ്പുഴ കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ വെളിപ്പെടുത്തലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കൊലപാതകം നടന്നത് 2006 മെയിലെന്ന് സെബാസ്റ്റ്യൻ. ബിന്ദുവിനെ കൊന്ന് കഷ്ണങ്ങളാക്കി മറവ് ചെയ്തു. പള്ളിപ്പുറത്തെ വീടിന്റെ പല ഭാഗങ്ങളിലായി കുഴിച്ചിട്ടു. പഴകി എന്നുറപ്പാക്കിയ ശേഷം എല്ലുകൾ കത്തിച്ചു. ബിന്ദുവിന്റെ പണം തട്ടിയെടുക്കാനായിരുന്നു കൊലപാതകം. മനീഷ് ഐഷ മാത്യു ആണ് വിവരങ്ങളുമായി ചേർന്നത്. മനീഷ്, എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ചുരുളഴിയുകയാണ് ഇപ്പോൾ ഈ സംഭവത്തിലൂടെ എന്നുള്ളതാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് കൂടുതലായി പോലീസിന് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്? സ്വാതി, നിലവിൽ ഇപ്പോൾ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ ഈ ബിന്ദു പത്മനാഭനെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആലപ്പുഴ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. ഈ വേളയിലാണ് നിലവിൽ ഇപ്പോൾ പുതിയ വിവരങ്ങൾ അന്വേഷണ സംഘം പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് 2006 മെയ് മാസത്തിൽ ബിന്ദു പത്മനാഭൻ കൊലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് കൊലപ്പെടുത്തിയത് സെബാസ്റ്റ്യൻ തന്നെയാണ്. ഇതിൽ കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള കാരണം ഈ 2006 സമയത്ത് ബിന്ദു പത്മനാഭന്റെ ഒരു സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട് അന്ന് ഒരു 1.5 ലക്ഷം രൂപയോളം ഇവരുടെ പക്കൽ ലഭിച്ചിരുന്നത്. ഈ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്ത് വീട്ടിലെത്തിയാണ് ഈ ഇടപാടുകാരൻ നൽകുന്നത്. ഈ പണം സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് ഇയാൾ ബിന്ദുവിനെ കൊലപ്പെടുത്തുന്നത്. ബിന്ദുവിനെ കൊലപ്പെടുത്തിയ ശേഷം കഷ്ണങ്ങളായി മുറിക്കുകയും പിന്നീട് പള്ളിപ്പുറത്ത് ഇയാളുടെ വീടിന്റെ തന്നെ പല ഭാഗങ്ങളെ കുഴിച്ചിടുകയും ചെയ്തു. കുഴിച്ചിട്ട് ഏറെ നാളുകൾക്ക് ശേഷം ഇത് അഴുകി എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഈ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കുഴിച്ചെടുക്കുകയും അതിൽ ഒരു ഏറിയ പങ്കും ഇത് കത്തിച്ചു കളയുന്നൊരു സാഹചര്യമുണ്ടായി. പിന്നെ ബാക്കി വന്ന ചില ഭാഗങ്ങളുണ്ടായിരുന്നു. അത് വിവിധ ഭാഗങ്ങളിലായി കൊണ്ട് ഉപേക്ഷിച്ചു എന്നുള്ളതാണ് സെബാസ്റ്റ്യൻ ഇപ്പം അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത്. ഇത് എവിടേക്ക് എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൃത്യമായി മുഴുവൻ ഓർമ്മയില്ല. അത് താൻ വഴിയെ വെളിപ്പെടുത്താം. നിലവിൽ എവിടേക്കാണ് എന്നുള്ളത് പറയുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ അയാളത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തണ്ണീർമുക്കം അടക്കം ഇയാളെ എത്തിച്ച് വീണ്ടും കൂടുതൽ തെളിവെടുപ്പ് നടത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് ഈ കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞതുപോലെ തന്നെ കൊലപാതക വിവരം അയാൾ ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇനി പോലീസ് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ കത്തിച്ചതിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ അവ കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഈ ഒരു കൊലപാതകം കോടതിയിലടക്കം നിലനിൽക്കാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോഴും പള്ളിപ്പുറത്തെ വീട്ടിൽ പരിശോധന തുടരുകയാണ്. ശരി മനീഷ്.